അങ്ങനെ ശബരിമല നട ഇന്ന് വൈകിട്ട് തുറക്കും. നാളെ മുതൽ ഭക്തജന പ്രവാഹമായിരിക്കും. വൃശ്ചിക പുലരിയിൽ എത്ര പേർ എത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. പക്ഷേ നാളെ മുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയം ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതൊക്കെ ഭക്തർക്ക് പര്യാപ്തമാകും വിധത്തിലാണോ എന്നാണ്. കാരണം പരാതികൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ജനം TV 14 മണിക്കൂറാണ് തുടർച്ചയായി കഴിഞ്ഞ 7-ാം തീയതി ലൈവത്തോണിലൂടെ ശബരിമലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തയ്യാറെടുപ്പുകൾ ആയിട്ടില്ല എന്ന വാർത്ത പ്രേക്ഷക സമക്ഷം എത്തിച്ചത്. ഇപ്പോഴും പലയിടങ്ങളിലും പ്രതിസന്ധിയാണ്. തയ്യാറെടുപ്പുകളൊന്നും ആയിട്ടില്ല. അല്പം മുമ്പ് മിഥുൻ അയ്യപ്പൻ എരുമേലിയിൽ നിന്ന് പറഞ്ഞത് അവിടെ ഭക്തർക്കായി ഉണ്ടാക്കിയെടുത്ത ഒരിടം ഇപ്പോഴും തുറന്നു കൊടുത്തിട്ടില്ല, ലേലത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നാണ്. നമുക്കൊന്നുകൂടി സന്നിധാനത്തേക്ക് പോകാം. അവിടെ മിഥുൻ മുരളിയുണ്ട്. മിഥുൻ, നമുക്ക് ചുറ്റും, അതായത് സന്നിധാനത്തിന് ചുറ്റും ഭക്തർ കടന്നു വരുന്ന ഇടങ്ങൾ പലതിലും ഇനിയും സംവിധാനങ്ങളൊന്നുമായിട്ടില്ല, തയ്യാറെടുപ്പുകളൊന്നുമായിട്ടില്ല. ഈ പരാതികളുടെ പ്രവാഹത്തിനുള്ള കാത്തിരിപ്പാണെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് എല്ലാം. പക്ഷെ നമ്മൾ സന്നിധാനത്ത് നിൽക്കുമ്പോൾ എല്ലാം മറക്കുമല്ലോ. കാരണം ദിവസങ്ങൾ വ്രതമെടുത്ത് മാലയിട്ട് അങ്ങനെ മാത്രം അയ്യന് ശരണം മന്ത്രങ്ങൾ ഉരുവിട്ട് മല കയറി ചെന്ന് ക്യൂ നിന്ന് ഭഗവാന്റെ നടയിൽ 18-ാം പടി കയറി എത്തുന്നവരെയുള്ള ഒരു തീർത്ഥാടന കാലമുണ്ടല്ലോ. അതുമാത്രമാകും മനസ്സു നിറയെ. എത്ര പ്രതിസന്ധികളെയും അതിജീവിക്കാൻ അവർ തയ്യാറാണ്. പക്ഷെ ബോധപൂർവം സൃഷ്ടിക്കുന്ന ഇത്തരം അസൗകര്യങ്ങൾക്ക് നടുവിലൂടെ തന്നെയാകുമോ ഇത്തവണയും തീർത്ഥാടന കാലം? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പ്രകൃതി ഒരുക്കുന്ന തടസ്സങ്ങളുണ്ട്, യാത്രാക്ലേശങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. കല്ലും മഴയും വെയിലും എല്ലാം താണ്ടി വേണം അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് ഭക്തജനങ്ങൾക്ക് എത്താൻ. പക്ഷേ അതൊക്കെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകളല്ല. അവർക്കൊക്കെ ആനന്ദദായകമായിട്ടുള്ള അവരുടെ പാപഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുന്നതിന് വേണ്ടി പ്രകൃതി അയ്യപ്പസ്വാമി കനിഞ്ഞനുഗ്രഹിച്ച് നൽകുന്ന ബുദ്ധിമുട്ടുകളായിട്ട് മാത്രമേ ഭക്തജനങ്ങൾ അതിനെയൊക്കെ കാണൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് സർക്കാർ ഒരുക്കുന്ന, ബോധപൂർവം ഉണ്ടാക്കുന്ന, പരിഹരിക്കാനാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കപ്പെടാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് കണ്ടു നിൽക്കുന്ന, അത് റിപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എല്ലാ തവണയും എല്ലാ മണ്ഡലകാലത്തും അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിഹാരമില്ല, പരിഹാരം ഉണ്ടായിട്ടില്ല. എപ്പോഴും നമ്മൾ കാണുന്നത് പോലെ തന്നെയാണ് ഈ തവണയും മണ്ഡലകാലത്തിന് മുൻപ് ഉള്ള സന്നിധാനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ മാസപൂജാ സമയങ്ങളിലെല്ലാം സന്നിധാനത്ത് ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകനാണ് ഞാൻ. നമ്മൾ ജൻ TV സംഘം എല്ലാ മാസവും മാസപൂജാ സമയത്ത് സന്നിധാനത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാസപൂജ കാലയളവിൽ നിന്നും ഈ മണ്ഡലകാലത്തിന് തൊട്ട് മുൻപുള്ള ഈ സമയത്തേക്ക്, ഈ മണിക്കൂറിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാൾ ഏകദേശം മാസപൂജാ സമയത്ത് 10 മാസവും ഞാനിവിടെ ഉണ്ടായിരുന്നു. ആ മാസപൂജാ കാലയളവും ഇന്നും മണ്ഡലകാലത്തിന് തൊട്ട് മുൻപുള്ള ഈ ദിവസവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ വളരെ സങ്കടത്തോടു കൂടി എനിക്ക് പറയാനാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരുക്കങ്ങൾ ഒന്നുമില്ല. ഇനി നാളെ മുതൽ വലിയ തിരക്ക്, ഭക്തജന പ്രവാഹം എന്ന് പറയുന്ന തിരക്കായിരിക്കും സന്നിധാനത്ത് അനുഭവപ്പെടാൻ പോകുന്നത്. മാസപൂജാ കാലയളവിലൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് തിരക്ക് കൂടി വരുന്ന ദിവസങ്ങളിൽ പോലും ഈ തിരക്ക് നിയന്ത്രണവും ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഭക്തജനങ്ങൾക്ക് ഒരുക്കി നൽകാൻ സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിന് കഴിയാത്ത കാഴ്ചകൾ ദിവസവും നമ്മൾ ഇവിടെ നിന്ന് കണ്ടതാണ്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഭക്തജന പ്രവാഹം ഉണ്ടാകുന്ന അടുത്ത ദിവസങ്ങളിലൊക്കെ അതൊക്കെ എങ്ങനെ പരിഹരിക്കും, എന്തൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാക്കും, എന്തൊക്കെ നല്ല അടിസ്ഥാന സൗകര്യ ലഭ്യത ഭക്തജനങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ തവണ ഈ ഒരു മണ്ഡലകാലത്തിന് തൊട്ട് മുൻപുള്ള ഈ മണിക്കൂർ അയ്യപ്പസ്വാമിയോട് പറയാനുള്ളത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഭക്തജനങ്ങൾക്ക് ഉണ്ടാക്കാതെ ഈ മണ്ഡലകാലം കഴിഞ്ഞു പോകട്ടെ എന്ന് മാത്രമാകും. എന്തായാലും അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന ഭക്തജനങ്ങളുണ്ട്. നാളെ വൃശ്ചിക പുലരിയാണ്. ഇന്നിപ്പോൾ വൈകിട്ട് നട തുറക്കും. ഭക്തർ ഇപ്പോൾ തന്നെ എരുമേലിയിലും നിലയ്ക്കലിലും പമ്പയിലുമൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ തയ്യാറെടുപ്പുകൾ പലതുമായിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂരും മിഥുൻ മുരളിയും, നിലയ്ക്കലിൽ നിന്ന് ഗോകുൽ രമേശ്, എരുമേലിയിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ. ഈ തീർത്ഥാടനം അവസാനിക്കുന്നില്ല. എല്ലാ ദിവസവും ശബരിമലയിൽ നിന്നാകും നമ്മുടെ തുടക്കം.